നമസ്കാരം. എല്ലാവർക്കും കേരള റെസിപ്പിയിലേക്ക് സ്വാഗതം. ഓണ വിഭവമായ ബീട്രൂട്ട് പച്ചടി അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ബീട്രൂട്ട് പച്ചടിക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു ബീട്രൂട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് തേങ്ങ, 1-2 പച്ചമുളക്, 1-2 അല്ലി വെളുത്തുള്ളി, അല്പം ജീരകം, ആവശ്യത്തിന് തൈര്, കടുക്, 2 വറ്റൽമുളക്, ആവശ്യത്തിന് കറിവേപ്പില. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ച് ലൈറ്റപ്പ് ചെയ്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ഇട്ട് അല്പം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ഇത് വെന്ത് വരണം. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒന്ന് വെന്ത് വരട്ടെ. പകുതി വേവായതിന് ശേഷം ഉപ്പിട്ടാൽ മതി. അപ്പൊ പെട്ടെന്ന് വെന്തോളും. ഒന്ന് വെന്ത് വരട്ടെ നന്നായിട്ട്. ബീറ്റ്റൂട്ട് ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറച്ച് തേങ്ങ, നമ്മൾ കുറച്ചല്ലേ ബീറ്റ്റൂട്ട് ഉള്ളത്, കുറച്ച് തേങ്ങ. ഇപ്പൊ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ കുറച്ച് തേങ്ങ കൂടുതൽ എടുക്കാം. അപ്പൊ എന്റെ തൈരിന് അധികം പുളിയില്ല. അതിലേക്ക് 2 പച്ചമുളക്, അല്പം ജീരകം, അതുപോലെ തന്നെ കുറച്ച് കടുക്. കടുക് ഒരുപാടാകരുത്, കുറച്ചിട്ടാ മതി. ഇത് നമ്മൾ അരച്ചെടുക്കുകയാണ്. അല്പം വെള്ളം ചേർത്ത് അരയ്ക്കാൻ കിട്ടും. നമ്മൾ തേങ്ങ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ബീറ്റ്റൂട്ട് വേവിക്കാൻ വെച്ചിരുന്നു. വെള്ളം വറ്റാറായിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്ത് വരുന്നു. ശരിക്കായില്ല, അവിടെ വേകാനുണ്ട്. ശരിയായ രീതിയിലൊന്ന് വെന്ത് വരട്ടെ. ഇവിടെ ബീറ്റ്റൂട്ട് വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ആവശ്യത്തിനുള്ള ഒരു ബൗൾ തൈര് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമ്മൾ വിസ്ക് ഉപയോഗിച്ചോ നല്ല രീതിയിലൊന്ന് കട്ട ഉടച്ചെടുക്കണം. അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ഇതാക്കിയാൽ മതി. ഒരുപാടാകരുത്. മാക്സിമം ഇതുപോലെ ഉടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല രീതിയിൽ കട്ടയില്ലാതെ കട്ട തൈര് എടുക്കുന്നതാണ് നല്ലത്. അതിങ്ങനെ ഉടയ്ക്കണം. അധികം ലൂസായിട്ടുള്ള തൈരല്ല ഇതിന് നല്ലത് കേട്ടോ. നല്ല കട്ട തൈരാണ് ഇതിന് നല്ലത്. ഇതിങ്ങനെ ഉടച്ചെടുക്കുക. ഈ ബീറ്റ്റൂട്ട് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ വലിയ പീസാക്കി കുക്കറിൽ വേവിച്ചതിന് ശേഷം വെന്ത കഷ്ണം എടുത്ത് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയ പീസായിട്ട് കിടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ രീതിയിൽ ചെയ്യാൻ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ചേർക്കുക. പുളി കൂടുതലുള്ള തൈരാണെങ്കിൽ തേങ്ങ ഇത് മതിയാകില്ല. ഇപ്പോ എൻ്റെ കയ്യിലിരിക്കുന്ന തൈരിന് അധികം പുളിയില്ല. ഇനി ഇതൊന്ന് അല്പനേരം ഒന്ന് വഴറ്റുക. ഈ സമയത്ത് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിടുക. ഒന്ന് വഴഞ്ഞു വരട്ടെ. ഇതിപ്പോ ആയിട്ടുണ്ട്. നമ്മൾ അരപ്പൊക്കെ ചേർത്ത് ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി തീ ഓഫാകാം. അതിനുശേഷം ഉടച്ചു വെച്ചിരിക്കുന്ന കട്ടത്തൈര് നമ്മൾ ഒഴിക്കുകയാണ്. തൈര് ഒഴിച്ചതിന് ശേഷം തിളയ്ക്കുകയൊന്നും ചെയ്യരുത്. ഈ അപ്പം തന്നെ ഓഫാക്കണം. ഇനി ഇതിന്
ഒരു വറവ് ഇടണം, കടുതാളിച്ചിടുക. ഈ സമയത്ത് ഉപ്പൊക്കെ പാകാണെന്ന് നോക്കണം. നമ്മുടെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചില ബീറ്റ്റൂട്ടിനൊക്കെ നല്ല കളറായിരിക്കും, ഇപ്പൊ ഒരു മീഡിയം കളറാണ് ഉള്ളത്. നമുക്ക് കടുതാളിക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു. അതുപോലെ കുറച്ച് ഉലുവ ഇടണം, തൈരായതുകൊണ്ട് കുറച്ച് ഉലുവ വേണം. അതുപോലെ തന്നെ രണ്ട് വറ്റൽമുളക് ഞാൻ അരി കളഞ്ഞതാണ്, അത് വിട്ടു. ഇത് തീ ഓഫാക്കാം. അതിനുശേഷം നമ്മുടെ പച്ചടിയിലേക്ക് നല്ലൊരു പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അങ്ങനെ ബീറ്റ്റൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.